കാത്തി ഹാബിൽ ഹാലിക്ക് മരിച്ചാൽ ഹലക്ക മരിക്കരുത്. ഹാബിൽ ಔತು ಬಂದು നേരെ ചൊന്തായി നാളെ കുർബാൻ സ്വീകരിക്കാൻ വിട്ടില്ല. നിന്റെ ദേവർ നല്ല കുർബാൻ സ്വീകരിച്ചിട്ടില്ല. ഞാൻ അതേ പെണ്ണി കെട്ട് അത് കഴിഞ്ഞ് മരിക്കണം. അത് കഴിഞ്ഞ് നിന്റെ കൊള്ളു അബ്ബല മോള് അപ്പ ആദനെ അലിസ്ലാം ഹറമുൾ അയാൾ നടന്നിട്ട് ഒഴുകി കഴപ്പത്തൊഴുകി എത്തി. ചില അയാൾ ബ്രദേഴ്സ് ആരെ ഈ മക്കൾ അതിന് മക്ക മാത്രമേ ഉള്ളൂ. ഇയാൾ ചെന്ന് അക്തുലൊന്നക്ക നിന്റെതാണ് കത്തുല ആക്രമണം. ലൈൻ ബസത്ത ഇല്ലി യദകലി തക്തുലനി മാന ബിബാസിതി യദിയലി ഇലൈകലി അക്തുലക. കാക്ക നിന്റെ കൈ റാഹത്തും ശക്തിയെല്ലാം ഉള്ളൂ. ನೀನು ചിലപ്പോ കൈ ഇപ്പറ നീട്ടിങ്ങളൂ, ഈ കൈ അപ്പറ നീട്ടില്ല. ചിലപ്പോ നിന്റെ കത്തൽക്ക് നാൻ മർഡർക്ക് നാൻ ബലിയാവണമയ്യോ. നക്ക് അള്ളാഹു നിശ്ചയിച്ച് ആ നിയമ അങ്ങനുണ്ട്. അതിനിടയിൽ നിന്റെ കസരത്ത് എന്തുണ്ടോ നീ അത് നടത്തുക. ഇത് സത്യം. ഈ സത്യത്തെ സിസ്റ്റർ വിഭാഗ ലോകത്ത് ഇങ്ങനെയുമേ കണ്ടു അഴിഞ്ഞുകൊണ്ടേയിട്ട്. സുഡാന്റെ കാര്യം അതെന്തോ അല്ല, നല്ല കഴിക്കുന്ന വിഷയമല്ല. അതാണ് രാജകീയ തന്ത്ര ഉൾക്കത്തുള്ള ഒരു ആയത്തന മാത്രം ഭാരി പാവത്തനല്ല പച്ച 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 പൊയ്യ കത്തി അങ്ങനെ കൊന്നു ട്രാക്കിനടിയിൽ ചക്രത്തെ അടിയിൽ വെച്ച് കൊന്നു പിടിച്ച് അങ്ങനെ രണ്ട് കാൽ വലിച്ച് വലിയ ഉൾമ ഫിലോന്റെ ഉൾമാർ കൊണ്ടുണ്ട്. വലിയ ബേജാറുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെ വലിയൊരു അട്ടഹാസ ഇങ്ങനെ ഉണ്ടായിട്ട് ഇയാൾ ചെന്നില്ല. ഞാൻ അതിൽ എന്തും നീയാണ് അങ്ങനെ ആക്കിയെങ്കിലും മാ അന്ന വിഭാഷത്തിന് എതിയ ഇലയിക്ക ലി അക്തുലക്ക നിന്റെ കൊള്ളും നിന്റെ കൈ അപ്പുറം കണ്ടേ ഇല്ല. നക്കിപ്പോ നിന്റെ ഒരു പെന നോക്കിയുള്ളൂ. പക്ഷെ ഞാൻ അതിൽ റെഡിയല്ല. എന്നെ അഹാഫുല്ലാഹ റബ്ബുൽ ആലമീൻ. ഞാൻ കണ്ടീഷൻ പറഞ്ഞ ഈ ലോകത്തുണ്ടാക്കി അള്ളാഹുടെ നാ പേടിയും പെണ്ണും ജണ്ടാൽ ആരോ കത്തിപ്പുള്ളൂ. ഞാൻ പെണ്ണില്ല. നിന്റെ ഉദ്ദേശ നിന്റെ ശൈത്താനീയത്തിന്റെ കറുകളുണ്ട ഇത് ലോക ഉണ്ട് അതിലുണ്ട് എന്നില് ഇത് ഈ വ്യവസ്ഥകളുണ്ടോ പൈസത്തിന് വേണ്ടി പെണ്ണുക്ക് വേണ്ടി ആരെ ഔത്തു പോയിട്ട് പിന്നെ അക്രമാക്കൽ അല്ലെങ്കിൽ ബാങ്ക് അക്രമ പിന്നൊന്നല്ല ആക്കൽ പേരുള്ളൂ. ഈ ഹാബിലിലെ സന്തതി ലോകത്തിലേക്ക് വന്നു. എന്നെ ഒരീടൻ അന്തബോ ബിസ്മി വൈസ്മിക ഫതകൂന മിൻ അസ്ഹാബിന്നാർ. ഏലോൺ ജന്തു മരിക്കുക ജന്തു നിന്റെ ഈ തപ്പുര് ഞങ്ങൾ ജണ്ടാലും പൊറുക്കേണ്ടി വരും. അതുകൊണ്ട് നീ മനസ്സിലാക്കിയെങ്കിൽ നീ ഇതിനെ തൊട്ട് ദൂരം നിൽക്കലിക്ക് നല്ല ഇല്ല. ഞങ്ങൾ ഹാസിരിയും നഷ്ടപ്പെട്ട ആൾമാരിൽ പെട്ടുപോകുക. ഇത് ലാലിനിക്കുള്ള പ്രതിഫലിച്ചു തീരും കേമത്തോ. അത് ഒറ്റ ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. അള്ളാഹു സ്വന്തു ലാ തുദുലു നഫ്സുൻ ഖത്ല. അക്രമമായ നിലയിൽ ഒരാളും കൊല്ലപ്പെടില്ല. കൊല്ലപ്പെട്ടെങ്കിൽ ഇല്ലാ ഫീ കിഫ്ലുൻ ഫീ ദമിഹൽ ആദമിൽ ഇബ്നുൽ അവ്വൽ. ആദമിലെ ആദ്യത്തെ ഒരു മോണുക്ക് ഒരു ഓതി പോകാണ്ട് ലോകത്തിൽ ഒരു ഖത്ലും നടക്കില്ല. ആരിൻ്റെ കാരണം ഹുവ മൻ സന്നൽ ഖത്ല. മർഡറിന്റെ കൂടെ ഉദ്ഘാടനാക്കിയവനെ കാപ്പി. അതുകൊണ്ട് ഇടീ ലോക ഇവത്രമായവിടെ ഗസൽ കൊന്നു സുഡാൻ കൊന്നോണല്ലോ. ഇതെല്ലാം കത്തിൽ ഓതി ആരും പോകണു അവನು. കാരണം അവൻ സന്തതി ഇതിന് സന്തത്തിൽ വിട്ട ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി. അയാൾ നഫ്സിന് ഒരു റാഹത്ത് പോലെ നിന്റെ ആശ നിറവേറ്റെങ്കിൽ ഇത് തടയാവരെ നിന്റെ എലോണ് അവിടെ കത്തലാക്കിയത് തീരും. ഇത്രമൊത്ത് പിന്നെയും വരെ കത്തലാക്കിയത് ഏലങ്ങളെ കത്തലാക്കിയത് അബ്ബരെ കത്തലാക്കിയത് ജാത്തിയേലും ആവും. ഫതവഅത് ലഹു നഫ്സു. അയാളെ മനസ്സിൽ ഇങ്ങനെ വെച്ച് ഈ വിവാഹങ്ങൾ ഞാൻ നിൽക്കണം ഇത് വാങ്ങുമെന്നൊക്കെ ചൊല്ലി ഫഖത്തല മർഡർ ഫഅസ്ബഹ മിൻ ഖാസിരി. നഷ്ടക്കാരിൽ അവൻ എണ്ണപ്പെട്ടു വിറ്റു. അതേ ടൈമിൽ ആരെ കൊന്നവണ്ട് ഫബഅസല്ലാഹു ഗുറാബൻ
മനുഷ്യന്മാരെ അള്ളാഹു അസഹായക മനുഷ്യ എപ്പോഴും അസഹായക്കാവുക. ചിലപ്പോൾ എന്തു കിട്ടാണ്ടാകുമ്പോൾ ആരൊരു പോലെ തന്നെയോ ചോറോ മേന്നൊരു അടിക്കുക. അവൻ എഴുതാകെ വായിക്കാവുക. എന്തും ഇല്ലാണ്ടാകുമ്പോൾ നടക്കോ സാധ്യം ഇല്ലാണ്ടാകുമ്പോൾ അരമൊരു ചെരുപ്പ് കൊണ്ടുവന്നിട്ടാൽ എന്ത് ചെരുപ്പ് പൊട്ടിച്ചെരുപ്പോ കഷ്ടത്തിൽ വേണ്ടി അങ്ങനെ ഒരു കാക്കി പോലത്തെ ഒരു വസ്തു ലോകത്തേക്ക് വന്നു. കാക്കി വലിയ കൊതിയൻ കാക്കിമാർ എന്തെങ്കിലും ഓൺ ಗೊತ್ತಾവണം. ಈ ಕತ್ತಲಾಕೆ ಮೋನ ಊರಲ್ಲ ಹಬ್ಬ ಹಚ್ಚಿ ಆಗ್ತದೆ. ದುಷ್ಟ ಶಿಷ್ಟರ ಉತ್ತಿಕ್ಕರು. ಶಿಷ್ಟ നല്ല മനുഷ്യന്മാരെ മക്ക ദുഷ്ടരവരത്, ദുഷ്ടര മക്ക ശിഷ്ടരവരത്. ഇത് അമ്പ്യാക്കന്മാരിലും ഔലിയാക്കന്മാരിലും സാമാന്യ മനുഷ്യരുടെ ലോകത്തേക്ക് കട്ടിവിട്ട ലൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വൈഫ് പെഞ്ഞായി, മോണോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പെഞ്ഞായി, ഇങ്ങനെയുള്ള പല ആളുമാരും ഫിറൗന്റെ പെഞ്ഞായി, ആസിയ ബീബി സ്വർഗത്ത് പോകേണ്ടതും എല്ലാം അള്ളാഹു കാട്ടി ഇതിന് വേണ്ടി ഇങ്ങനെ ഗുൽമാറാക്കാൻ. ഇത് ഒരു പച്ച സത്യവും ഒരു നേരകമായിട്ടൊരു പുട്ടെ വിഭാഗം. ഇങ്ങനെ കാക്കി വന്ന ഒരു ജാഗ തൻ്റെ കൊക്കുരു നേരത്തരിങ്ങനെ അത് ആ മണ്ണെടുത്ത പോലെ എല്ലാം ആക്കി കൊടുക്കും. ನನ್ನ ಈ ಎಲೋಂಡ ಶವത്തെ ಅಲ್ಲ അതിൻ്റെ മയ്യത്ത് എങ്ങനെ മരമാടണം. അവിടെ മരമാടൽ പ്രകൃതി പോലെ മരമാടൽ കത്തുപാട്ടലല്ല. എവിടെ മർത്ത തൂക്കി വെച്ച് ഏതെങ്കിലും കുറെ പക്ഷി വന്ന് തിന്നു പോകാനല്ല. അത് നേച്ചർ അങ്ങനല്ല. കാടിന് മെരുകത്ത് എരിഞ്ഞു കൊടുക്കലല്ല. അത് മരമാടി അള്ളാഹുലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരത്തൻ ഉഖ്റ. ആ നിലയിൽ മറച്ചു വെക്കണം എന്നുള്ളത് ഏറ്റവും നിങ്ങൾ ചില പരസ്യപ്പെട്ട് ഓടുപാടിനെ കാക്കിയെ കൊണ്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പിക്ചർ ഒരു ചിത്രം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു അത് കൊന്നാൽ ഖാല യാ വൈലത അഅജൽതു അൻ നകൂന മിസ്ല ഹാദൽ ഗുറാബി. ഈ കാക്കിനെ പോലും ഒരു ശക്തി അല്ല ഒരു ചണ്ടയുടെ ബുദ്ധി എനിക്കില്ലാണ്ട് പോയിട്ട് അത്ര ഒരു ആജിനെ ഭാരി തീരാത്തെ ഞാനൊരു കഴിവില്ലാത്തവനായിപ്പോയി കാക്കി കൊടുത്തു. അതിൽ തഫ്സീലിങ്ങനുണ്ട്. പിന്നെ കാക്കിയത് അത് കൊന്നതുകൊണ്ടും ആ കാക്കിൽ അത് ഊൽക്കിട്ടതുകൊണ്ടും അത് മണ്ണ് ഭാരി ഇട്ടതുകൊണ്ടും അങ്ങനെ ചൊല്ലു. ചില അത് ഒരു മൊത്തം തഫ്സീലാണ്. ഒരു തഫ്സീൽ അങ്ങനല്ല. അത് മറിച്ച് കാക്കി ഗുളിയെടുക്കുമ്പോൾ ഓർമ്മ മനസ്സിലായി. ആ ഗുളിയെടുത്ത് അതിൽ മരക്ക് കവറാക്കാൻ വേറെ മണ്ണുണ്ട്. അതിൽ എക്കിട്ട് അതിൽ മോന്റെ എല്ലോന്റെ ശവം എടുത്തത് ആ കബറിൽ വെക്കലോട് കൂടെ കണ്ണീരിൽ ഒളിഞ്ഞ് അവനക്ക് ഒരിക്കലും അത് സഹിക്കാൻ സാധ്യമില്ലാണ്ടിരുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നെ വേണ്ട എല്ലാ അമ്പിയാക്കന്മാർക്കും മിൻ അജ്ലി ദാലിക ഇത് കാരണത്തിലെ കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഇതിന്റെ സബബ് നുസൂലാണ്. ബനി ഇസ്രായേൽ ലോകത്തിലെ ശാസനാക്കി അല്ലാഹു ഈ ഒരു അവസ്ഥയിൽ മിൻ അജ്ലി ദാലിക ആ കാരണം കൊണ്ട് കാരണം ഹാബീൽ കതബ്ന നാം നിർബന്ധാക്കിയ ബനി ഇസ്രായേലിന് മേൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഒരു തടിക്ക് ബദലല്ലാണ്ടും ഒരു ലോകത്തെ ഫസാദ് ക്ഷോഭ ആക്കിയ ബദലല്ലാണ്ടും ഒരാളെ കൊള്ളു തീരാനാക്കിയ ആരെയും ഒരാളെ കൊന്നെങ്കിൽ ഫകഅന്നമാ ഖതല الناس ജമീഅ മാനവ സമൂഹത്തെ കൊന്നപ്പോൾ ഒരാളെ കൊല്ലുന്നത് കൊന്നെങ്കിൽ മാനവ ലോകത്തിൽ മനുഷ്യരെ കൊന്നവിടത്തെ ശാപ അവന്റെ തലയ്ക്ക്. ومن أحياها فكأنما أحيا الناس جميعا. ആരെ ഒരാൾക്ക് ജീവനെ ബലിദാനായി ജീവിക്കു വേണ്ടി ചാൻസ് കൊടുത്തെങ്കിൽ അയാൾ ലോക മനുഷ്യർക്ക് ജീവന ബലിദാനത്തെ ജീവനത്തെ ഹയാത്താക്കിയ ആ ഇതും വ്യവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. അതിൽ പിന്നെ ഒരു ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല
മിൻഹും ബഅദ ദാലിക ഫിൽ അർളി പിന്നെ വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്. അപ്പൊ ഇങ്ങനെ ലോകത്ത് വരുമ്പോൾ നമ്മൾ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഖിർപ്പ ചൊല്ലുന്നു നിങ്ങൾക്ക് ഒരു ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നാം നിങ്ങൾക്കത് പലവട്ടം ചൊല്ലും. അല്ലാഹു റസൂൽ ഹസൻ ഹുസൈനും അതുപോലെ സൈനബ റളിയല്ലാഹു തആല അൻഹരെ മോണ് പുള്ളിനെ കണ്ട് മുത്തി ഒരു വർഷം 8 തിങ്കൾ മാത്രമേ ചില മക്ക ജീവിച്ച് 2 വർഷം എല്ലാ മക്കളും വെച്ച് അവർക്ക് ഒരാൾ മുത്തുമ്പോൾ പുതു വിശ്വാസിയായി വന്ന ഒരാൾ അക്രബിനി ഹാബിസ് ചൊല്ലുക. അതെന്ത് യാ റസൂലല്ലാഹ് ഇന്നലെ അശറത്തൗല എന്നൊക്കെ 10 മക്കൾ ഞാൻ മുത്തു എനിക്ക് നെച്ച് പെരുക്കരുതേക്ക് ഞാൻ മുത്ത് നിങ്ങൾ പുള്ളിമാർ ഇത്ര മുത്ത പോലെ മുത്താത്ത് എന്തേലും കേട്ടില്ല. മാലി أن ينزو في قلبه الرحمة ولا قلب المنسى رحمة الله بالكريم آنند സാബിയിൽ വന്ന ഒരാളെ മനസ്സിനെ പഠിച്ചോണോ ഓരോ കെലിപ്പ് വേണോ ആക്കേക്ക് പോയിക്കൊണ്ട് കൊടുത്ത് നമ്മൾ കുട്ടിനെ എൻ്റെ കൊണ്ട് ഇംഗ്ലീഷ് പേടിച്ചു അക്ഷരോട് കൂടെ അതർത്ഥം റഹ്മത്ത് ഇല്ലായ്മ കാണണമെന്നു അള്ളാഹു സുബ്ഹാനഹു റഹ്മത്തിലോ അവൻ്റെ കൽബിൽ എടുത്തില്ല. അത് വിഗ്രഹിക്കില്ല. എല്ലാം ഫോറിന് പോയിട്ട് കാസലാക്കി വന്ന് മോൾക്ക് വൈഫിനെ കൂട്ടി പോയിട്ട് ഒരു മാൾക്ക് പോയിട്ട് എല്ലാവരും എടുത്തുകൊണ്ട കൂട്ടത്തിൽ ഒരു റഹ്മത്ത് ലോകത്ത് കിട്ടില്ല. റഹ്മത്ത് ഒരു തെരുവുണ്ട്. റഹ്മത്ത് ഉണ്ടാക്കാൻ ഒരു തെരുവുണ്ട്. അത് അമ്പ്യാക്കന്മാരെ സീരത്ത് ആവശ്യമുണ്ട്. അള്ളാഹു ദീന്റെ മേലുള്ള ബെല്ല് പിടുത്തവും സ്വാലിഹ്യങ്ങളെ ബെല്ല് പിടുത്തവും നല്ലങ്ങൾ തെരുവിൽ ജീവിക്കണം വലിയ വിഷയമുണ്ടത്. അതാണ് ഇത് റഹ്മത്ത് കിട്ടില്ല. നീയാണ് ചിലങ്ങള പിന്നെ ബെഡില് വന്ന് ഉമ്മരെ വന്ന് അബ്ബരെ അടിക്കല് അബ്ബരെ ഉപദ്രവിക്കല്. ഇപ്പൊ എല്ലാം ഇതില് മാധ്യമത്തിൽ കാണുന്നു. അബ്ബമാരെ ഉപദ്രവിക്കല്. ഓണ് ഇത്ര ചന്തത്തെ ഈ ചെറുക്ക ഏവനോ ലോകത്തിൽ ഏതൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനോ അവിടെ ചന്തത്തെ ഒരപ്പോ ഒരു കാലത്ത് കഞ്ഞി വീഴും. ഓന്റെ വയസ്സിക്കുമ്പോ ചന്തത്തപ്പം കഞ്ഞി വീഴും. പക്ഷേ പിന്നെ 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 സുഹൃത്തുക്കളും ഇങ്ങനെ ചക്ര പോലെ ഉള്ളി നിക്ക് ഈ ഒരു ടൈമും തന്നെ നല്ല ജനമല്ല. പുള്ളിമാരെ പോലെ പിന്നെ ഡ്രസ്സില്ലാത്ത പോലെ പൽക്കവലു തപ്പു പലതെല്ലാം ചെയ്ഞ്ഞ് വിളിച്ച് പല്ലെല്ലാം കൊഴിഞ്ഞ് മുറുങ്ങു തീരാത്ത അവസ്ഥയിൽ കൂടി ഒന്ന് അമ്മിരുവും ഉണക്കിസും നിങ്ങൾ ആ ഒന്നുകൂത്തോടെ നേരെ ഉൾക്കാക്കുക. ചെറിയ മക്കളെ പോലെ ജീവൻ വലിയ ജീവൻ 90 വയസ്സിൽ മക്കളെ പോലെ എവിടെ തുപ്പുറം പിടി എന്തായാലും ഉണ്ടിരുന്ന മക്കൾ അടിக்கிறവ ചാവട്ടിന് ദ്വാരக்கிறവ. ഇത് ഷാപ്പാണ്. ഇത് വലിയ ഷാപ്പാണ്. ലോകത്ത് വലിയ ഷാപ്പായി. ഇതിനെ റിപ്പയർ ആക്കിയില്ലെങ്കിൽ ലോകത്ത് എല്ലാവർക്കും ഷാപ്പ്. അതാണ് സ്വയം ഏതൊരു തിന്മക്കും ഏതൊരു ശിർക്കും ഒരു ലിമിറ്റുണ്ട്. ആ ശിക്ഷ വന്നെങ്കിൽ എത്ര മുഷിക്കാം എല്ലാം മുഷിക്കല്ലോ. എത്ര വിഗ്രഹ പൂജാരിമാർ അവർ ദേവസ്ഥാനത്ത് പോകാൻ അള്ളാഹ് ഭാഗത്തിൽ ബണ്ട അവർ കൊന്നാല് ലൂത്ത് നബിനെ കോമല് എന്തത് നസ്ലിക്ക് എതിരാണ്. നസ്ൽ അള്ളാഹെ പ്രകൃതി ആളാണ് അവിടെ ആ പ്രോഡക്റ്റ് ബന്ധാക്കിയ ലൂത്ത് നബി അവിടെ അള്ള എന്താക്കിയ വ്യഭിചാരി ശാല ഒന്നുമില്ല. പോ അങ്ങനെ സമാവില്ല. ഇങ്ങനെ സമാവില്ല ഈ മധുര തന്നെ. അങ്ങനെ ആലിയ സാഫില അതൊരു മേൽ ഇങ്ങനെ മറിച്ചിട്ട ഇന്നും അവിടുത്തെ ബഹുൽ മയ്യത്തുണ്ട് ഡെഡ് സീ. അത് ആ കടലിൽ ചത്ത് ആ തണ്ണിൽ മനുഷ്യൻ മുമ്പില്ല. എത്ര നീതി ഒഴുക്ക് പോയി പൂർവ്വ വന്ന് മേൽ വേണ്ടത് തന്നെ പൗരം എടുത്തു വിട്ട ആ ശിക്ഷ അങ്ങനെ ജാഗ്യാക്കാവോ എന്ത് അവൻ പ്രകൃതി എതിർ. നസ്ലില്ല. നസ്ൽ സന്തതി പരമ്പര
നശിക്കുന്നത്. അത് അങ്ങനെ അള്ളാഹു ഉണ്ടാക്കി. പിന്നെ അള്ളാഹു നബി ചെലുത്തു, ഈ ലോകത്തിൽ ഒരാൾക്ക് മരിക്കണം എന്നുള്ള ശിക്ഷ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ അവൻ്റെ അപ്പവും ഉപദ്രവമുണ്ട്. അത് കണ്ടിട്ടേ അവൻ ചത്തു പോകൂ. ആ ഭാഷ മൗത്ത്. ഏത് അപ്പ ഉമ്മനെ ഉപദ്രവാക്കിയവൻ അത് കാണാണ്ട് വിട്ട് മരിക്കുക. പിന്നെ ശരിക്കാക്കിയവൻ അത് കണ്ട് മരിക്കില്ല, അവൻ കാണാണ്ടിരിക്കും. ശരിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് അത് അവകാശമൊന്നുമില്ല. നിസ്കരിക്കാത്തവന് ഗംഭീരത്വമല്ല, അവിടെ എന്തുകൊണ്ട് അത് കിട്ടും. പക്ഷെ ഉമ്മപ്പരെ ഉപദ്രവാക്കിയവന് മരിക്കുന്ന മുതൽ മരിക്കുന്ന മുതൽ അവന്റെ അജൽ, അവന്റെ വയസ്സ് തീരുന്ന മുതൽ ആ അജിലത്തിൽ കൂടി ആ ശിക്ഷ ബാധിക്കും. മനുഷ്യനായിട്ട് ബന്ധം ഇതിലും അതേ അള്ളാഹു ചൊല്ലുന്നു. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഉദാഹരണം ചൊല്ലുന്നു. എവിടെ ഗുരുമാരാകുമ്പോൾ നമ്മൾ നോക്കുന്നൊക്കെ അവിടെ ഇട്ടാൻ പറ്റും. ഔത്തുകളായിട്ട് അവർ ചൊല്ലുമ്പോൾ എന്താക്കണം, പേപ്പറിൽ മുസാഫ് വെച്ച് ഓടിക്കൊണ്ട് പോകണം. നിന്റെ ഔത്തിനാവിട്ട് പോകണം. നിന്റെ ജന്മക്കെ 12 രൂപ ചൊല്ലുമ്പോൾ സമാജത്തിൽ ആളെ കൊന്തൂർ എന്തെല്ലാം ഇതുപോലാണ്. ഒരു ബസ് പറഞ്ഞ് തിരിയുക, ഖലാസ് പെണ്ണിയ ഖലാസ് മക്ക ഖലാസ് അടുത്തില്ല. മുട്ടോടുണ്ടെങ്കിൽ ഒരു HRS എന്നെ പണിയെടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരാൾ ചൊല്ലു, നിന്റെ നിന്റെ എൻ്റെ ആൺമക്കൾ പെണ്ണുള്ളൂ, പെൺകഴിച്ചിട്ട് അവയ്ക്കെല്ലാം മുസാഫുമാർക്ക് പേപ്പർ വാങ്ങിയിട്ട് വലിയൊരവസ്ഥ അല്ലെ, മനസ്സിൽ എഫക്റ്റ് വരാതെ. അതേ ഗസാലിമാവ് ചൊല്ലു, ജനങ്ങൾ ഖുർആൻ വേഗം പോകണം. കാരണം അവർ ഫിക്കറാക്കിയത് ജനക്ക് ഫിക്കറാവില്ല. ചില വായിച്ചോട് പോകണം. ആ വായിച്ച് വായിക്കുമ്പോൾ എത്ര വിഷയം ഒരു കിടാവ് എക്സിഡൻറ്റ് സ്കൂളിൽ മദ്രസ വരുമ്പോൾ കാണാൻ ബേജാറും ചെറിയ കിടാവും എന്തെല്ലാം സ്വന്തം കിടാവും ഇങ്ങനെ 5 രൂപ ചൊല്ലുമ്പോൾ ഗ്യാസിലോട് ഇന്ത് പോലെ ചൊല്ലുമ്പോൾ ഓടി പോകണം. എന്നും നോക്കില്ല, കിറ്റവൻ്റെ കാറെടുത്ത് ഓടണം. അതേപോലെ ഖുർആൻ ശരീഫ് എളിയ തുടങ്ങിയത് ഓട്ടം പിടിച്ചെങ്കിൽ പിന്നെ ഉസ്താദ് ഓട്ടം പിടിച്ച. അതുകൊണ്ട് നേച്ചറിൽ ഈ റഹ്മത്ത് ഇല്ലാണ്ടാക്കി ലോകം നോക്കുന്നു. അതൊക്കെ ഒരു 12-ാം താരീഖ് ബുധനാഴ്ച 5 ഗಂಟೆಗೆ ഒരു പ്രോഗ്രാം ജമാഅത്ത് ഇസ്ലാമി സെറ്റാക്കി. എന്തിനത്? ലോകത്തെ ഹിസ്റ്റോറിക്കൽ ഐതിഹാസിക സംഭവത്തെ, ഇതിഹാസമുള്ള എല്ലാ വ്യവസ്ഥയെ കൂടെ താറുമാറാക്കി ഇല്ലാണ്ടപ്പോൾ ലോകം നോക്കുമ്പോൾ അതിനെ പകരം ഇഷാരത്ത് ആളുകളെല്ലാം കണ്ണു ചിമ്മിത്ത് ജഡ്ജിമാർ, ന്യായാംഗ, ശാസകാംഗ, കാര്യാംഗ എല്ലാ അംഗവും കണ്ണ് ചിമ്മി നോക്കിയുകൊണ്ട് ചാവൊട്ടി ചാവാണ്. അത് കുറയാതെ ഉണരുണ്ട്, കുറയാതെ ഇഷാരത്താവും.